നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിപ്ലവ നേതാവിനെ വിട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 മരണം. അമ്പലമ്പടി ചെക്ക് ഡാം റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. റോഡ് കയ്യേറ്റവും ടാറിംഗ് പൊളിഞ്ഞതും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ശക്തമായ മഴ. മുളവൂരിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. ആനിമുട്ടിക്കുടിയിൽ ഹനീഫയുടെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. പരാതിയുമായി വീട്ടുടമസ്ഥർ. നിലംപതിക്കാടായി പെരിയാട് വാലി കനാൽ അക്വഡേറ്റ്. പായപ്പട വെസ്റ്റ് മുളവൂരിലാണ് അക്വഡേറ്റിന്റെ കോൺക്രീറ്റുകൾ അടർന്നു വീണ് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തു തള്ളിയത്. തോപ്പിൽ ഭാസിയുടെ ഷെൽട്ടർ നാടകം പുനരാവിഷ്കരിച്ച റിയൽ വ്യൂ ക്രിയേഷൻസ്. CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവകലാസാഹിത്യ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പുനരാവിഷ്കരണം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വിപ്ലവ നേതാവ് VS അച്യുതാനന്ദൻ വിടവാങ്ങി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 മരണം. സംസ്കാരം ബുധനാഴ്ച. അമ്പലമ്പടി ചെക്ക് ഡാം റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നതായി പരാതി. റോഡ് കയ്യേറ്റവും ടാറിംഗ് പൊളിഞ്ഞതുമാണ് ഇതുവഴിയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കടാതി അമ്പലമ്പടിയിൽ നിന്നും ചെക്ക് ഡാം റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിലാകുന്നതായി പരാതി. 60 വർഷം മുൻപ് നിർമ്മിച്ച റോഡിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നതും ടാറിംഗ് നടത്താത്തതുമാണ് യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നത്. വാളകം പഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന അമ്പലമ്പടി ചെക്ക് ഡാം റോഡിലൂടെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. പിറവം, ഈസ്റ്റ് മാറാടി, കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡിന് വീതി കുറവായതിനാൽ ഒരേ സമയം ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. 1970-ൽ PWD ഏറ്റെടുത്ത ഈ റോഡിലൂടെ മുൻപ് 5ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് ഒരു ബസ് മാത്രമാണ് പ്രദേശവാസികൾക്ക് ആശ്രയമായിട്ടുള്ളത്. സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെ വൻ ഗതാഗത തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. PWD റോഡിൽ അപകടങ്ങൾ പതിവാണെന്നും പരിഹാരം തേടി പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ കടുത്ത അനാസ്ഥയാണ് തുടരുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾ പലതവണ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് PWD, ബന്ധപ്പെട്ട പഞ്ചായത്ത്, അതുപോലെ ഓരോ സമിതികളെയും ഞങ്ങൾ ഉദ്യോഗസ്ഥരെയും എല്ലാം പലതവണ മാറി മാറി കാര്യങ്ങൾ അറിയിച്ചുവെങ്കിലും തികഞ്ഞ അനാസ്ഥയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഈ റോഡിൻ്റെ കാര്യത്തിലുള്ളത് എന്നുള്ളത് ഞങ്ങൾ വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ സ്കൂൾ സമയത്തും അതുപോലെ ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം റോഡ് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും നിരന്തരമായി, പ്രത്യേകിച്ച് മഴ തുടങ്ങിയ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഏതാണ്ട് 4-5 ആക്സിഡൻറ്റുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാത്ത ഡ്രെയിനേജ് വർക്കുകൾ ഉൾപ്പെടെയുള്ള ഡ്രെയിനേജ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ, ഡ്രെയിനേജ് സ്ലാബില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങൾ രാത്രി യാത്ര ചെയ്യുന്ന അപരിചിതരായിട്ടുള്ള ആളുകൾ ഡ്രെയിനേജിൽ വന്ന് വീഴുവും. കഴിഞ്ഞ ദിവസം, ഈ ഏറ്റവും അടുത്ത ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഗ്യാസ് വണ്ടി വന്നിട്ട് ഈ അമ്പലത്തിന് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഡ്രെയിനേജിൽ വന്ന് വീണ് വേറെ വണ്ടി വന്നിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ റോഡരികിലൂടെയുള്ള ഓടകൾ സ്ലാബിട്ട് മൂടാതിരിക്കുന്നത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. മഴക്കാലങ്ങളിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയും കൂടി ചെയ്യുന്നതോടെ വാഹനങ്ങൾ ഓടയിലേക്ക് ചെരിയാൻ സാധ്യതയേറെയാണ്. റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ടില്ലെന്നാണ് PWD അധികൃതരുടെ വാദം. ഇടയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ 10 വർഷത്തോളമായി റോഡിൽ ടാറിംഗ് ഒന്നും നടത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അടുത്ത് കഴിഞ്ഞ വർഷം ഒരു മെയിൻ്റനൻസ് വർക്ക് നടന്നു പോയതാണ്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഓടയുടെ വർക്കുകൾ നടന്നിട്ടുള്ളൂ. അതിൽ സ്ലാബ് ഇടാത്തതുകൊണ്ട് 1-2 വണ്ടികൾ അവിടെ പലതവണ ഒന്ന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഉള്ള വീതി എടുത്ത് അതിലെ കാടും അതുപോലെ മരങ്ങളും വെട്ടി മാറ്റി ചെടികൾ നട്ടുപിടിപ്പിക്കാത്ത രീതിയിൽ വീതിക്ക് നമുക്ക് ടാർ ചെയ്ത് കിട്ടുക. ഒരു 6 മീറ്ററെങ്കിലും ഇപ്പോൾ നിലവിൽ ടാർ ചെയ്ത് നിലവാരത്തിൽ ടാർ ചെയ്ത് കിട്ടുവാണെങ്കിൽ റോഡിന് അത്യാവശ്യം നമുക്ക് ഗതാഗതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓടകൾ സ്ലാബിട്ട് മൂടാതിരിക്കുന്നതും കാടുപിടിച്ച് കിടക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുകയാണ്. റോഡിന്റെ ഒരു വശത്ത് ചെടികളും മറ്റ് കൃഷിയും നിൽക്കുന്നതും മറുവശത്ത് സംരക്ഷണ ഭിത്തിയോ സ്ലാബുകളോ ഇടാതിരിക്കുന്നതും അപകടത്തിനിടയാക്കുകയാണ്. സ്കൂളുകൾ, അംഗൻവാടികൾ, നഴ്സറികൾ, ഹെൽത്ത് സെന്ററുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുള്ള റോഡാണ് ഗതാഗതക്കുരുക്കിൽ നിശ്ചലമാകുന്നത്. റോഡിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതും യാത്രക്കാരെ അപകടക്കിണിയിലാക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡിൽ ടാറിംഗ് നടത്തണമെന്നും കൃഷി ഉൾപ്പെടെയുള്ള റോഡ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ശക്തമായ മഴയിൽ മുളവൂരിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. ആനിമുട്ടിക്കുടിയിൽ ഹനീഫയുടെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ ഇടിഞ്ഞത്.
പ്രദേശവാസികളെ ഭീതിയിലാക്കി ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലായി പെരിയാർ വാലി കനാൽ അക്വഡേറ്റ്. പായിപ്പട വെസ്റ്റ് മുളവൂരിലാണ് പെരിയാർ വാലി അക്വഡേറ്റിന്റെ കോൺക്രീറ്റുകൾ അടർന്നു വീണ് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. മേദല ആട്ടായം ബ്രാഞ്ച് കനാലിലെ വെസ്റ്റ് മുളവൂരിലാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന രീതിയിൽ അക്വഡേറ്റ് ഉള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച അക്വഡേറ്റിന്റെ സിമന്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ്. പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് പെരിയാർ വാലി അധികൃതർ അക്വഡേറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വീണ്ടും സിമന്റ് പാളികൾ അടർന്നു വീഴുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന അക്വഡേറ്റ് പെരിയാർ വാലി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ലെന്ന് കാരണം ചൂണ്ടിക്കാണിച്ച് മറ്റ് യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ആരോപണമുയരുന്നുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ പെരിയാർ വാലി കനാൽ ബണ്ട് റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കനാൽ ബണ്ട് തകർന്ന നിലയിലുമാണ്. ഇതോടൊപ്പം തന്നെ കനാലുകളെല്ലാം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളുമായി മാറി. വേനൽക്കാലത്ത് അനേകായിരങ്ങൾ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന കനാലുകളും തോടുകളും സംരക്ഷിക്കാൻ ജലസേചന വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലെ പെരിയാർ വാലി കനാൽ അക്വഡേറ്റ്. പായിപ്പട വെസ്റ്റ് മുളവൂരിലാണ് അക്വഡേറ്റിന്റെ കോൺക്രീറ്റുകൾ അടർന്നു വീണ് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തു തള്ളി നിൽക്കുന്നത്. പ്രദേശവാസികളെ ഭീതിയിലാക്കി ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലായി പെരിയാർ വാലി കനാൽ അക്വഡേറ്റ്. പായിപ്പട വെസ്റ്റ് മുളവൂരിലാണ് പെരിയാർ വാലി അക്വഡേറ്റിന്റെ കോൺക്രീറ്റുകൾ അടർന്നു വീണ് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. മേദല ആട്ടായം ബ്രാഞ്ച് കനാലിലെ വെസ്റ്റ് മുളവൂരിലാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന രീതിയിൽ അക്വഡേറ്റ് ഉള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച അക്വഡേറ്റിന്റെ സിമന്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ്. പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് പെരിയാർ വാലി അധികൃതർ അക്വഡേറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വീണ്ടും സിമന്റ് പാളികൾ അടർന്നു വീഴുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന അക്വഡേറ്റ് പെരിയാർ വാലി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ലെന്ന് കാരണം ചൂണ്ടിക്കാണിച്ച് മറ്റ് യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ആരോപണമുയരുന്നുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ പെരിയാർ വാലി കനാൽ ബണ്ട് റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കനാൽ ബണ്ട് തകർന്ന നിലയിലുമാണ്. ഇതോടൊപ്പം തന്നെ കനാലുകളെല്ലാം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളുമായി മാറി. വേനൽക്കാലത്ത് അനേകായിരങ്ങൾ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന കനാലുകളും തോടുകളും സംരക്ഷിക്കാൻ ജലസേചന വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. തോപ്പിൽ ഭാഷയുടെ ഷെൽട്ടർ നാടകം പുനരാവിഷ്കരിച്ച റിയൽ വ്യൂ ക്രിയേഷൻസ്. CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നാടകത്തിന്റെ പുനരാവിഷ്കരണ പ്രദർശനം സംഘടിപ്പിച്ചത്. CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പിൽ ഭാസി ജന്മശതാബ്ദി സാംസ്കാരിക സദസ്സും തോപ്പിൽ ഭാസിയുടെ ഷെൽട്ടർ നാടകത്തിന്റെ പുനരാവിഷ്കാര പ്രദർശനവും സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെ വിഷമതകളിലും പരാധീനതകളിലും നേരിട്ട് ഇടപെടാൻ സാധിക്കാൻ മതമല്ല മനുഷ്യത്വമാണ് വേണ്ടതെന്ന് ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു. ഈ ഷെൽട്ടറുള്ള നാടകത്തിന്റെ പ്രസക്തിയാണ് ഏറ്റവും പ്രധാനം. കാര്യം പുതിയ ലോകം നമ്മൾ ഞാൻ ഭാസ്യത്തോട് നയിച്ചിട്ടുണ്ട്. ഈ ഗോപിഭാസം എന്ന് പറയുന്നത് ഒരു മടിയുണ്ട്. എന്നാൽ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറയുമല്ലോ, ഇടശ്ശേരി പറയുന്ന പോലെ ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരണ്ട എന്തിന് ജീവിത പലഹാരം എന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ കണ്ണീരെന്താണ്, ഓരോ കണ്ണത്തിലും ആ കണ്ണീരിൽ ഉൾക്കൊണ്ട് എൻ്റെ മാത്രമല്ല നിന്റെയുമുണ്ട് എന്ന സത്യം ഈ മാറിയ കാലഘട്ടത്തിൽ പ്രസക്തമാണ് എന്നോർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അഭയം അർത്ഥമുള്ള ഈ ഷെൽട്ടർ രണ്ടാമത്തെ പുനരാവിഷ്കാരം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ഈ ഇന്നത്തെ തലമുറയുടെ വേദനയുമായിട്ട് ആദർശത്തെ പുതിയവരെയാണ്. നമുക്ക് പറയുമ്പോൾ ഇവരെല്ലാം തലതിരിഞ്ഞവരാണ്, അടിച്ചു പൊളിച്ച് നൽകുന്നവരും ശരി. പക്ഷേ ഭാഷയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ ഒരു സമൂഹത്തിന് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിക്ക് സങ്കടം വരുമ്പോൾ ഓടിയെത്താൻ കുറേ പേരുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും മികവ് പുലർത്തിയ MS ജോർജ്, MI കുര്യാക്കോസ്, സതീശൻ മൂവാറ്റുപുഴ, രാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യുവകലാസാഹിതി ചെയർമാൻ ജോർജ് വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ പ്രശാന്ത് ഐക്കര, വനിതാ കലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹനൻ, സിനിമാ തിരക്കഥാകൃത്ത് ആദർശ് സുകുമാരൻ, കവി ജയകുമാർ ചങ്ങമനാട്, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ EK ശിവൻ, PK രാജേഷ്, AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ്, മണ്ഡലം സെക്രട്ടറി PT ബെന്നി, യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ജോർജ് ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വയലാറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ വയലാർ ഗാനസന്ധ്യയും ഉണ്ടായിരുന്നു.
തുടർന്നാണ് തോപ്പിൽ ഭാസിയുടെ ഷെൽട്ടറിന്റെ പ്രഥമ അവതരണം നടന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള മലയാള നാടകങ്ങളിലെ എടുത്തു പറയേണ്ട പേരുകളിലൊന്നായ തോപ്പിൽ ഭാസിയുടെ ഷെൽട്ടർ പുനരാവിഷ്കരിച്ചതിലൂടെ റിയൽ വ്യൂ ക്രിയേഷൻസ് മലയാള നാടകവേദിക്ക് മുതൽക്കൂട്ടാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നിർധനരായവരുടെ ജീവിത സാഹചര്യങ്ങൾ ചൂഷണം ചെയ്യുന്ന ജന്മിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഷെൽട്ടർ എന്ന നാടകം മലയാളികൾക്ക് മുന്നിൽ സമർപ്പിച്ചത് അനശ്വര പ്രതിഭ തോപ്പിൽ ഭാസിയാണ്. ആ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച നാടകത്തിന് അന്ന് പ്രസക്തി ഏറെയായിരുന്നു. നിക്കറിട്ട പോലീസിനെ കണ്ട് പുതുതലമുറക്കാർ അത്ഭുതം കൂടുമെന്നതിൽ സംശയമില്ല. തൊഴിലാളികളെ ചൂഷണം ചെയ്ത കാലഘട്ടവും ളിയും മണ്ണും കാടും ഇടവഴിയും ഷർട്ടിടാത്ത ജീവിതങ്ങളും കണ്ടതിനുശേഷം മോഡേൺ രീതിയും കാണുവാൻ ഭാഗ്യം ലഭിച്ച തലമുറയിൽപ്പെട്ടവർക്ക് ഷെൽട്ടർ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിഞ്ഞു. സാഹിത്യ നാടക അക്കാദമി അംഗം എൻ അരുൺ നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചു. ഗാനങ്ങൾ വയലാർ ശരത്ചന്ദ്രവർമ്മയും BK ഹരീഷ് നാരായണനും നിർവഹിച്ചിരിക്കുന്നു. VT രതീഷ് ഏകോപനവും മനീഷ് തമ്പാൻ സംഗീതവും രാകേഷ് കലയും മനോജ് അങ്കമാലി ചമയവും KR മീഡിയ പരസ്യകലയും നിർവഹിച്ചു. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.